പറഞ്ഞുകൊണ്ടാണ് മർദ്ദനം? എന്തു പറഞ്ഞുകൊണ്ടാണ് മർദ്ദനം? മർദ്ദനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് കാലത്ത് ഒരു മണിക്കൂറുകളോളം ഈ അമ്മ മോനെ വിളിച്ച് മുറിയിൽ പൂട്ടിയിരുത്തി സംസാരിച്ചു കുറെ. സംസാരിച്ചു കഴിഞ്ഞിട്ട് പുറത്തു വന്നപ്പോ ഇവള് ചോദിച്ചു, രാഹുലേട്ട് എന്താണ് ഈ അമ്മ പറഞ്ഞത്? അപ്പൊ നീ അറിയണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ്, അവർക്ക് ശ്രീധരം പോരാ, കാറ് കിട്ടണമായിരുന്നു. ഇതൊന്നുമല്ല അവർ പ്രതീക്ഷിച്ചത്, ഇതിൽ കൂടുതൽ അവർ പ്രതീക്ഷിച്ചിരുന്നു. അപ്പൊ ആ ഒരു പ്രശ്നം ആണ് ഇതിലേക്ക് എത്തിച്ചത്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ആലോചന വന്നത്? ഈ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ നിങ്ങൾക്ക് ഒരു തരത്തിലും ഇവരെ അറിയില്ല എന്ന് തോന്നുന്നു. ഇത്രയും ദൂരേക്ക് നിങ്ങൾ മകളെ വിവാഹം ചെയ്ത് അയക്കുമ്പോൾ സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും തെറ്റാണെന്ന് അറിയാം. അപ്പോൾ കൊടുത്തത് പോരാ എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ കൊടുത്തു എന്ന് കൂടിയാണോ അപ്പോൾ സമ്മതിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ ആലോചന വന്നത്? എങ്ങനെ അറിയാം നിങ്ങൾക്ക് ഇവരെ? എന്നുവെച്ചാൽ ഞങ്ങൾക്ക് ആലോചന വന്നത് മാട്രിമോണി വഴിയാണ്. ഒരു വർഷം മുമ്പ് ഇവളെ വന്ന് കണ്ടുപോയതാണ് ഈ ചെക്കനും അമ്മയും അവന്റെ കൂട്ടുകാരും കൂടി. കണ്ടുപോയിട്ട് അവർക്ക് നമ്മുടെ ചുറ്റുപാട് പിടിച്ചില്ല. പിന്നെ അവർക്ക് അവരുടെ ഉള്ള സ്ഥിതി അനുസരിച്ച് നമ്മുടേത് കിട്ടൂലെന്നും കൂടി അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവും. പിന്നെ ഇവിടെ മഴ സമയമായിരുന്നു, പുല്ലൊക്കെ പിടിച്ചു കിടക്കുകയാണ്. അതുകൊണ്ട് അമ്മക്ക് ഒട്ടും ഇഷ്ടമില്ല. അങ്ങനെ ആ കാര്യം പോയി. അത് കഴിഞ്ഞിട്ട് ഇവൻ വേറെ ഒരു കല്യാണത്തിന് എൻഗേജ്മെന്റ് വരെ കഴിഞ്ഞതാണ്, അത് ഒഴിഞ്ഞുപോയി. അപ്പൊ ഇവൻ അത് കഴിഞ്ഞൊരു 2 മാസം മുമ്പാണ് ഇവളെ വിളിച്ച് ചോദിച്ചത്, പിന്നെ നീമയുടെ കല്യാണം കഴിഞ്ഞു വന്നു. അപ്പൊ ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞ് നീമയുടെ കല്യാണം കഴിക്കാൻ എനിക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവള് പറഞ്ഞു, എന്റെ അച്ഛനോട് സംസാരിച്ചിട്ട് എന്റെ വീട്ടുകാരെ അച്ഛനും അമ്മക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞു. അങ്ങനെ അവളുടെ അച്ഛനോട്ട് സംസാരിച്ച് നമ്മൾ ശ്രീധരത്തിന്റെ കാര്യം എല്ലാം പറഞ്ഞ് ഓക്കെ ആക്കി. ഞങ്ങളുടെ ഇത്രേ തരാനുള്ളൂ. അതുപോലെ തന്നെ പറയുകയും ചെയ്തു, ശ്രീധരത്തിന്റെ പേരിൽ വീണ്ടും ഒരു വിസ്മയ ഉത്രയൊന്നും എന്റെ മകളാകാൻ പാടില്ല. അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും പറയണേന്നും എല്ലാ കാര്യങ്ങളും പറയുന്നത്. സ്ത്രീധനം കൊടുക്കാമെന്ന് കൂടി നിങ്ങൾ സമ്മതിക്കുകയല്ലേ ചെയ്തത്? അത് ശരിയാണ്. എന്നുവെച്ചാല് ഞങ്ങളുടെ കയ്യിലുള്ളത് ഞങ്ങളുടെ മോക്കൊരു കൊടുക്കുന്നു. ഇന്ന് നമ്മള് കൊടുക്കാന്ന് സമ്മതിച്ചില്ലെങ്കിലും നമ്മളെ മക്കളെ കല്യാണം കഴിച്ചുകൊണ്ടുപോകാൻ ആരും ഉണ്ടാവില്ലല്ലോ. അങ്ങനെയൊന്നുമില്ല. അമ്മയ്ക്കത് തെറ്റിയതാണ്. പക്ഷേ തെറ്റിയതാണെന്ന് ചോദിച്ചാൽ അല്ല, ഞാൻ ചോദിക്കുന്നത് മകൾക്ക് മർദ്ദനമേറ്റപ്പോൾ ഉത്രയുടെ സ്ഥിതി ആകരുത് എന്ന് അമ്മയ്ക്ക് ഓർമ്മിപ്പിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഉത്രയുടെ സ്ഥിതി നമ്മൾ കണ്ട സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. അത് കണ്ട ശേഷവും അത് കൊടുക്കാമെന്നുള്ള ആലോചനയിലേക്ക് എങ്ങനെയാണ് പറ്റുന്നത്? കാരണം അത് വീണ്ടും അത് തന്നെ ആവർത്തിക്കുകയാണല്ലോ. ഈ പണം കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്നെങ്ങനെയാണ് തോന്നുന്നത്? മകൾക്ക് കൊടുക്കാനുള്ള മകൾക്ക് കൊടുക്കാം, എന്തിനാണ് സ്ത്രീധനമായി കൊടുക്കുന്നത്? അല്ല, നമ്മള് എന്ന് വെച്ചാല് സ്ത്രീധനമായിട്ടെന്നല്ല പറയണത്. ഞങ്ങളുടെ മകൾക്ക് ഞങ്ങള് ഇത്രയും കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉള്ളെന്ന് നമ്മൾ പറഞ്ഞു. ഇന്നത്തെ കാലത്ത് ഇപ്പോൾ എന്ന് വെച്ചാല് നമ്മളിപ്പോ എത്രയൊക്കെ സ്ത്രീധനം ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവര് പ്രതീക്ഷിക്കുന്നത് ഏത് പയ്യന്മാര് വരട്ടെ, അവരുടെ വീട്ടുകാർ വരട്ടെ, 100% അവര് പ്രതീക്ഷിക്കും, വീട് എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ ഇതുണ്ട്, ഇവരിൽ നിന്ന് ഇത്ര കപ്പാസിറ്റി നമുക്ക് കിട്ടും. അത് പ്രതീക്ഷിച്ച് മാത്രമേ വരുള്ളൂ. നമ്മളുടെ മകളെ ഇപ്പൊ ഞങ്ങളുടെ ഒന്നുമില്ല, അല്ലെങ്കിൽ എന്റെ മകൾക്കൊരു ജോലി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകൾ ഇവിടെ വീട്ടിലിരിക്കേ ഉള്ളൂ. എന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. കല്യാണം കഴിച്ചു കൊണ്ടുപോകാൻ ഒരു പയ്യന്മാര് തയ്യാറാവില്ല. പിന്നെ ചിലപ്പോൾ 100ക്ക് ഒരാളുണ്ടാവും സ്ത്രീധനൊന്നും വേണ്ട പറഞ്ഞ് കല്യാണം കഴിച്ചുകൊണ്ടുപോകാൻ. അവര് സ്ത്രീധനമായിട്ടതല്ല നമ്മൾ ചോദിക്കുന്നത്. നമ്മളോട് പറയണ നിങ്ങളുടെ മകൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് കൊടുക്കാം, ഞങ്ങൾക്ക് വേണ്ട അതൊന്നും എന്നാണ് അവര് പറയുന്നത്. അപ്പൊ അങ്ങനെ പറഞ്ഞു കൊടുത്ത് അവരത് സ്ത്രീധനം ചോദിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഞങ്ങൾക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് മകൾക്ക്. ഇപ്പൊ അവരോട് ഞങ്ങൾ ചോദിച്ചപ്പോ എന്താണ് പറഞ്ഞത്, ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങളുടെ മകൾക്ക് കൊടുക്കാം. അപ്പൊ സ്ത്രീധനം ചോദിച്ചെന്ന് പറയാൻ പറ്റുമോ? പക്ഷെ ആദ്യം വിവാഹാലോചന മുടങ്ങിയത് തന്നെ വീട് പോരാ എന്ന് പറഞ്ഞിട്ടാണല്ലോ. നമുക്ക് തിരിച്ചെത്താം. ഏതായാലും ഇത് ഞാൻ താങ്കളെ ക്വസ്റ്റ്യൻ ചെയ്യല്ലോ കേട്ടോ, ചോദ്യം ചെയ്യുകയല്ല. ഈ സാഹചര്യത്തിലേക്ക് എത്തിപ്പെടും എന്ന ഒരു ബോധ്യമുണ്ടാകേണ്ടതാണ്. കാരണം ഇത്തരം സംഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടും വീണ്ടും ഈ തരത്തിലുള്ള അനുഭവങ്ങൾ വീണ്ടും ഉണ്ടാകുന്നതുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത്. നിങ്ങൾക്കിപ്പോൾ മനസ്സിലായല്ലോ, അങ്ങനെ സ്ത്രീധനം കൊടുത്ത് വിവാഹം കഴിപ്പിക്കുകയല്ല ഏറ്റവും വലിയ കാര്യം എന്നുള്ളത്. മകൾക്കൊരു ജോലിയുണ്ട്, അവൾ സ്വന്തം കാലിൽ നിൽക്കുന്നു എന്നതിൽ അഭിമാനിക്കുകയാണ് വേണ്ടത്. തിരിച്ചെത്താം.
ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.